ചെന്നൈ സൂപ്പർ കിങ്സ് ഫാൻസിന് ഇന്ന് ആഘോഷരാവ്. തുടർച്ചയായി രണ്ടാമത്തെ ജയം KKRനെ അന്തസ്സായി പൊട്ടിച്ചു. സോ ഇപ്പോഴാണ് ശരിക്കും IPLന്റെ ഒരു ഹീറ്റ് അറിയാൻ തുടങ്ങിയത്. ടേബിൾ ടോപ്പേഴ്സ് ആയ ടീമൊക്കെ പൊട്ടാൻ തുടങ്ങി, അടിവാരത്ത് കിടക്കുന്ന ടീംസ് ഒക്കെ ജയിക്കാൻ തുടങ്ങി. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. എന്തൊക്കെ പറഞ്ഞാലും കൊൽക്കത്തയുടെ അവസ്ഥ വൻ ശോകമാണ്. KKR അണ്ടർ റഹാനെ ക്യാപ്റ്റൻസി വേഴ്സ്റ്റ് ആണ്, അട്ടർ വേഴ്സ്റ്റ് ആണ്. സോ ഇവരുടെ കോച്ചസ് ഉണ്ട്, വാട്സൺ, ബ്രാവോ, അതേപോലെ തന്നെ നമ്മുടെ സൗത്തി, റസല്, ഇവരൊക്കെ ഇറങ്ങി കളിച്ചെന്ന് വെച്ചാൽ ഇതിലും കിടുവായനെ. അടിവാരത്ത് കിടക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഒരു ലോഡ് പ്ലേയേഴ്സിന് എടുത്തിട്ടുണ്ട്. ന്യൂസിലാൻഡിൽ നിന്ന് തന്നെ ഒരു ലോഡ് പ്ലേയേഴ്സിന് ഇവർ എടുത്തിട്ടുണ്ട്. ഇപ്പോഴേ ഏതാണ് റൈറ്റ് കോമ്പിനേഷൻസ്, റൈറ്റ് സ്ക്വാഡ് അവർക്ക് തന്നെ അറിയില്ല. സോ ആസ് യൂഷ്വൽ നമ്മുടെ സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാഡും ഓപ്പണിംഗ് ഇറങ്ങി. ഋതുരാജ് അണ്ണൻ പിന്നെ മിസ്റ്റർ കൺസിസ്റ്റന്റ് ആവാൻ നടക്കുകയാണ്. ആദ്യത്തെ 5 ബോളിനുള്ളിൽ അണ്ണൻ പോവും. സോ അണ്ണൻ ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും വാഴയാണ്. ബാറ്റിങ്ങിലും മോശമാണ്, ക്യാച്ച് കൊടുത്താൽ പിടിക്കൂല. പക്ഷെ ആളുടെ ക്യാപ്റ്റൻസി കഴിഞ്ഞ 2 കളിയായിട്ട്, കഴിഞ്ഞ കളിയും ഈ കളിയായിട്ടും വെരി നൈസ്. ഈ ബോളേഴ്സിനെ റൊട്ടേറ്റ് ചെയ്യണേലും ഫീൽഡ് പ്ലേസ്മെന്റ് ഒക്കെ കിട്ടുവാണ് കേട്ടോ. അത് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ബാറ്റിങ്ങിൽ അണ്ണൻ ശോകമാണ്, ഫീൽഡിങ്ങിൽ കൊടുത്ത ക്യാച്ചും അണ്ണൻ വിടും. പിന്നെയാണ് സഞ്ജു സാംസൺ, ആയുഷ് മാത്രേ കോംബോ. ആ ചെറുക്കനുണ്ട്. ഇതായിരിക്കണം ഒരു T20 പ്ലെയറിന്റെ ഇന്റന്റ് അല്ലെങ്കിൽ മെന്റാലിറ്റി. വന്ന ബോൾ തൊട്ട് അടിച്ചു തൂറ്റിക്കൽ. ഇവരുടെ പാർട്ട്ണർഷിപ്പ് ദാറ്റ് വാസ് വെരി നൈസ്. സഞ്ജു സാംസൺ കഴിഞ്ഞ കളിയും ഈ കളിയായിട്ട് ആളുടെ മെന്റാലിറ്റി മാറി. ഞാൻ പറഞ്ഞില്ലേ, തട്ടറോ തൂക്കറോ സുത്തറോ സിക്സ് അടിക്കറോ അത് മാറിയിട്ട് ആള് ബൗണ്ടറി അടിക്കും, സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ വളരെ വൃത്തിക്കാണ് സഞ്ജു സാംസൺ ഇന്നും കളിച്ചിരിക്കുന്നത്. സഞ്ജു മാത്രേ ബ്രവിസ്. ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ വാല്യൂ മനസ്സിലാവണം വെച്ചാൽ KKRന്റെ ബാറ്റിംഗ് കണ്ടാൽ മതി. KKRന്റെ ബോളിംഗ് ഒക്കെ കണ്ടിട്ട് ഞാനൊക്കെ അന്തം വിട്ടുപോയി. എല്ലാം കൂടി നമ്മൾ CSKയുടെ നെഞ്ഞത്തോട്ട് ആണി അടിക്കാൻ വരികയാണോ വിചാരിച്ചു. അപ്പോഴാണല്ലോ ഈ ടീമൊക്കെ ഫോമിലാവുക. KKRന് ആകെ ഒരു പോയിന്റേ ഉള്ളൂ, അതാ മഴ കാരണം. ഇല്ല, അതും കിട്ടിയിട്ടുണ്ടാവില്ല. കാർത്തിക് ത്യാഗി, ആ ചെറുക്കന്റെ ഒരു ബോളിംഗ് ഉണ്ടായിരുന്നു. സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്ത ഒരു ബോൾ ഉണ്ടായിരുന്നു, കിട്ടു സാധനം. ആം എ CSK ഫാൻ, പക്ഷെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് പെട്ട സാധനമായിരുന്നു. ആൻഡ് സുനിൽ നരൈൻ അണ്ണൻ 2010 എന്തോ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയാണ്. അണ്ണന്റെ ഒപ്പം കളിച്ചവരൊക്കെ ഇപ്പൊ വേറെ എവിടെ പോയിട്ട് റിട്ടയർമെന്റ് ലൈഫ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അന്നും ബാറ്റ്സ്മാൻമാർക്ക് പിക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്നും പിക്ക് ചെയ്യാൻ പറ്റില്ല. യജാതി ബോളിംഗ്. ഞാൻ വിചാരിച്ചു പെട്ടും. ഡെത്ത് ഓവേഴ്സിലൊക്കെ ഡൂബയ്ക്ക് പോലും തൊടാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിച്ചു ഇന്നത്തെ കളിയും തോറ്റു പറഞ്ഞിട്ടിരിക്കുമ്പോ KKRന്റെ ബാറ്റിംഗ് വൻ കോമഡി ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ടായിരുന്നു, ഈ ഫിൻ അലനും നരയനും കൂടി ഓപ്പണിംഗ് ചെയ്തിട്ട് വെച്ചാൽ പണിയാവുമല്ലോ. അതേപോലെ തന്നെ 2 എണ്ണം കൂടി ഇറങ്ങി. അതില് ഫിൻ അലൻ കിടുവാണ്. ഓപ്പോസിറ്റ് ടീമിനുള്ള ഫ്രീ വിക്കറ്റ് ആണ്, നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാഡ് പോലെ. ഫ്രീ വിക്കറ്റ് ആയിട്ട് അണ്ണൻ പോയി 6 ഓവർ പവർ പ്ലേയിൽ 36 റൺ കൊടുത്തു. അത് കിടു ബോളിംഗ് ബൈ CSKയുടെ ബോളിങ്ങും അതേപോലെ തന്നെ ഫീൽഡിങ്ങിൽ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ട്. ഋതു അണ്ണൻ ക്യാച്ച് വിട്ടു, ബ്രവിസ് ക്യാച്ച് വിട്ടു, സർഫറാസ് ഖാൻ ക്യാച്ച് വിട്ടു. പക്ഷെ ഇവരുടെ ബോളിംഗ് എസ്പെഷ്യലി സ്പിന്നേഴ്സ്, മറ്റേ അക്കീൽ ഹുസൈൻ, നൂർ അഹമ്മദ്, കമ്പോസ്, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഖലീൽ അഹമ്മദ്, എല്ലാവരും കിടുമായിരുന്നു. എക്സെപ്ഷൻ നമ്മുടെ ജെമി ഓവർട്ടന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. പിന്നെ മറ്റെന്താണ് ഗുർജപ്നീതിന് ആൾക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. ബാക്കി സ്പിന്നേഴ്സും കമ്പോസും ഒക്കെ പെട്ടയായിരുന്നു. ഒരു ഇന്റന്റിൽ കളിക്കണം, അതായത് ജേഴ്സിക്ക് വേണ്ടി കളിക്കണം, ബാറ്റ്സിന് വേണ്ടി കളിക്കണം. അങ്ങനെ കളിച്ചു വെച്ചാൽ ഡെഫിനറ്റ്ലി CSKക്ക് ഇനിയും ടോപ്പ് 4 വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനിയിപ്പോ അടുത്ത കളി ധോണി വരും എന്നൊക്കെ പറയുന്നുണ്ട്. മിക്കവാറും SRHനെ നമ്മൾ പൊട്ടിക്കും. ഈ ഒരു മെന്റാലിറ്റി, ഈ ഒരു ടീം ഉണ്ടെങ്കിൽ എനിത്തിങ് ഈസ് പോസിബിൾ. ഋതുരാജ് ഇറങ്ങി കളിച്ച കുറച്ചും കൂടി നല്ലായിരുന്നു. അതായത് 1 ഡൗൺ ഇറങ്ങി കളിച്ചു വെച്ചാൽ ആളുടെ ടൈം എടുത്തിട്ട് മറ്റേ ആങ്കറിങ് നോക്കോ സപ്പോർട്ടീവ് നോക്കോ എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോ എങ്ങനെ പോയാലും 2ാമത്തെ ഓവർ ആകുമ്പോ ആയുഷ് മാത്രം ഇറങ്ങേണ്ട അവസ്ഥയാണ്. അതിന് പകരം ആയുഷ് മാത്രം ഫസ്റ്റ് ഓവറിൽ തന്നെ ഇറങ്ങിയപ്പോരെ. KKRന്റെ ബാറ്റിംഗ് ഒക്കെ വൻ കോമഡിയാണ്. റഹാനെ ഇന്ന് 1 ഡൗൺ എന്താണ് ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു. റഹാനയ്ക്ക് ടു ബി ഫ്രാങ്ക് സ്പിന്നേഴ്സിനെ പിക്ക് ചെയ്യാൻ പറ്റില്ല. ആൾക്ക് സ്പിന്നേഴ്സ് ഭയങ്കര ഒരു വീക്ക്നെസ് തന്നെയാണ്. വൈ ഡോണ്ട് യു ചേഞ്ച് ദ കോമ്പിനേഷൻ? ആ മറ്റേ ഫിൻ അലനെ മാറ്റിയിട്ട് മറ്റൊരു ന്യൂസിലാൻഡ് പ്ലെയർ ഇല്ല, എന്താണ് സൈഫേർട്ടാ, അങ്ങനെ ഏതൊരു പ്ലെയർ ഇല്ല, ആളെ കൊണ്ടുപോവാ. റച്ചിൻ രവീന്ദ്ര എടുത്തിട്ടുണ്ട്. റച്ചിൻ ബാറ്റിംഗിൽ അത്ര കിടൂരു T20 പ്ലെയർ ആണ് പറയില്ല. പക്ഷേ ഈ കഴിഞ്ഞ വേൾഡ് കപ്പില് ദിസ് ഗായ് ഹാസ് ഓൾമോസ്റ്റ് പിക്ഡ് 11 or 12 വിക്കറ്റ്സ്. അതൊരു പാർട്ട് ടൈം സ്പിന്നർ ആയിട്ട് 12 or 11 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ആള്. അതൊരു യൂസ് അല്ലേ?
ഈ 25 കോടിയും കൊടുത്തിട്ട് ഒരു മരപ്പാഴിന് എടുത്തിട്ടുണ്ട്. പച്ച പച്ച പറഞ്ഞ സാധനം പച്ച വന്നതോടുകൂടി ടീമും പിടിച്ചിട്ടില്ല, അണ്ണനും പിടിച്ചിട്ടില്ല. ആ 25 റണ്ണ് തികച്ചെടുക്കാൻ വയ്യാത്ത അണ്ണനെ മാറ്റുക, വേറെ ആരെങ്കിലും കൊണ്ടുവരിക. സച്ചിൻ രവീന്ദ്രനെ കൊണ്ടുപോവാ, ഓപ്പണിംഗ് മറ്റേ സൈഫേർട്ടിനെ കൊണ്ടുപോവാ. സൈഫേർട്ട് തന്നെയാണ് പേര് തോന്നുന്നു. റഹാനെ വേണമെങ്കിൽ മിഡിൽ ഓർഡർ കളിക്കട്ടെ, അല്ലെങ്കിൽ റഹാനെ ഇല്ലെങ്കിലും വേണ്ട. ഇജാദി ഊള ക്യാപ്റ്റൻസി ആണ് വെച്ചാൽ വാട്ട്സ് നെസസിറ്റി ഓഫ് റഹാനെ. റഹാനെ അത്ര വലിയ കിടു T20 പ്ലെയർ ഒന്നും അല്ല. റഹാനെ ചിലപ്പോ ഒരു 5 ബോളിൽ 20 എടുക്കും, പിന്നെ ബാക്കി 20 ബോളിൽ അന്നം 10 റൺ എടുക്കുള്ളൂ. അങ്ങനെയാണ് റഹാനയുടെ കളി. ആൻഡ് ആളൊരു ഇന്റർവ്യൂലൊക്കെ പറയണ്ടായിരുന്നു, ആൾക്കാർക്ക് എന്നോട് ജലസിയാണ് എന്റെ കളിയിലും എന്റെ ക്യാപ്റ്റൻസിയും കണ്ട്. അണ്ണാ നിങ്ങൾ ഒരു പോയിന്റ് ഇതുവരെ എടുത്തിട്ടുള്ളൂ, അത് കണ്ടിട്ട് എന്താ ജലസി? അതേ മഴ ദാനം ചെയ്തതാണ്. ബാറ്റിംഗ് ഒരു T20 പ്ലെയർ കളിക്കേണ്ട രീതിയിലൊന്നും അല്ല പറഞ്ഞ കളിക്കുന്നത്. അത് എനിക്ക് ബേസിക്കലി റഹാനയുടെ ബാറ്റിംഗ് ഇഷ്ടമാണ്, ഭയങ്കര ക്ലാസിക് ആയിട്ട് കളിക്കുക. പക്ഷെ ഇപ്പൊ ആയിട്ട് അണ്ണന് ഭയങ്കര വീക്ക്നെസ് സ്പിന്നേഴ്സ്. ഓപ്പോസിറ്റ് ടീമിനെ അറിയാം സ്പിന്നേഴ്സ് കൊണ്ടുവന്ന അണ്ണൻ വീട്ടിലിരിക്കുന്നത്. പക്ഷെ ഒരു 1 ലോഡ് സ്ക്വാഡ് KKR-നുണ്ട്, പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ അവർക്ക് ഇതുവരെ പറ്റിയില്ല. ഇനി എന്നാണ്? ഇപ്പൊ തന്നെ 5 കളി, ഇനി എത്ര കളിയുണ്ട്? സോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വെരി ഹാപ്പി ഫോർ CSK ആൻഡ് ദ വേ ദേ പെർഫോം. ഇനി അടുത്ത 19-ാം തീയതി സൺറൈസേഴ്സിനെ ഞങ്ങൾ അടിച്ച് തൂറ്റിക്കും.